CJP പ്രതിഷേധ വേദിയിലെത്തി തോമസ് ഐസക് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സിനിമാ താരം പ്രകാശ് രാജും ത്രിപുര പ്രതിപക്ഷ നേതാവ് ജിതേന്ദ്ര ചൗധരിയും CJP പ്രതിഷേധ വേദിയിൽ. നടക്കുന്നത് യുവാക്കളുടെ ഏറ്റവും മനോഹരമായ പ്രതിഷേധമെന്നും താൻ ഇന്ത്യയിലെ യുവാക്കളോടൊപ്പം നിൽക്കുന്നുവെന്നും പ്രകാശ് രാജ് പറഞ്ഞു. Which I think was the most wonderful movement by the youngsters of this country. What are they asking? They are asking for accountability. They have come together peacefully protesting across the country. They have traveled across the country. And yet a government wants to be silent. A government wants to fool the people saying next time the question papers will come in an army helicopter. Is that the solution? When a government which came saying we will do Make in India has empowered Leak in India, which has taken lives of students. It has put the future of our generation in danger. It is not just a leak. Who is behind this? When will you go deeper? Who leaked the papers? Who earned from the papers? Who has made crores of money playing with people's youngsters' life? Isn't that what we need to see? കൂടുതൽ വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, CJP പ്രതിഷേധ വേദിയിലെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രകാശ് രാജിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. നടക്കുന്നത് യുവാക്കളുടെ ഏറ്റവും മനോഹരമായ പ്രതിഷേധമെന്നാണ് പ്രകാശ് രാജ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം TM തോമസ് ഐസക്കും ഒപ്പം ത്രിപുര പ്രതിപക്ഷ നേതാവും കൂടി സമരവേദിയിലെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കണ്ടത്. CJP പ്രതിഷേധ വേദിയിലെത്തിയ ശേഷം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു TM തോമസ് ഐസക്കും ഒപ്പം പ്രകാശ് രാജും ത്രിപുര പ്രതിപക്ഷ നേതാവ് ജിതേന്ദ്ര ചൗധരിയും ഉൾപ്പെടെയുള്ളവർ. പ്രകാശ് രാജിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞു വെച്ചത് നടക്കുന്നത് യുവാക്കളുടെ ഏറ്റവും മനോഹരമായ പ്രതിഷേധമാണെന്നും താൻ ഇന്ത്യയിലെ യുവാക്കളോടൊപ്പം നിൽക്കുന്നുവെന്നുമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. साहब हमें भी आने दो आगे. ഫെമിന കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഫെമിന, ഇപ്പോൾ നടൻ പ്രകാശ് രാജ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്ന ഈ സമരവേദിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിരാഹാരം നടത്തുന്ന വിദ്യാർത്ഥികളെ അദ്ദേഹം സന്ദർശിക്കുകയാണ്. സമരത്തിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടനായിട്ടുള്ള പ്രകാശ് രാജ് കോക്രോച്ച് ജനതാ പാർട്ടി ഇവിടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടത്തുന്ന ഈ പ്രതിഷേധ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രതിഷേധിച്ചുകൊണ്ട് നിരാഹാര സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ സന്ദർശിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ജൂലൈ 20 തീയതി പാർലമെന്റിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ അദ്ദേഹം പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ഒരു ആവശ്യം ഉയർത്തിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഇതിനിപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നടൻ പ്രകാശ് രാജ് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തോമസ് ഐസക് നേരത്തെ ഇവിടെ എത്തിക്കൊണ്ട് പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം നൽകിയിരുന്നു. നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ CJPയുടെ ഒരു പ്രതിഷേധ വേദിയിൽ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് SFI അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷ വിദ്യാർത്ഥികളെല്ലാം ഈ CJPയുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ശരി, ഫെമിനയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.